Hi guys, welcome back to Bitcoin Malayali. I hope you guys are doing well. Guys, if I tell you that in this year Bitcoin is going to hit 1 million, so what would be the answer? So how do you respond to me? It's okay, leave it. I was just joking. പക്ഷേ ഞാനത് ജോക്ക് പറഞ്ഞതാണെങ്കിലും സംതിങ് ഈസ് ബ്രൂയിങ് അപ്പ്. ടു ബി ഫ്രാങ്ക്, ചില സമയങ്ങളിൽ ഞാൻ ഈ ഡേറ്റയിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനി ടൈം we going to witness a god candle. God candle എന്ന് പറയുമ്പോൾ യൂഷ്വലി റെഫർ ചെയ്യുന്നത് എ ബിഗ് കാൻഡിൽ ദാറ്റ് ക്യാൻ ഗോ $100,000 ഇൻ എ ഡേ കാൻഡിൽ. അതായത് ഒരു ദിവസം 100K വരെ ബിറ്റ്കോയിൻ സഞ്ചരിച്ചേക്കാം ഒറ്റ ദിവസം കൊണ്ട്. അതായത് 16 കൊല്ലം എടുത്തു ബിറ്റ്കോയിനെ 100K ഹിറ്റ് ചെയ്യാൻ. ഞാൻ കരുതുന്നു അടുത്ത കൊല്ലം നമ്മൾ 200K ഹിറ്റ് ചെയ്യും. അതായത് 16 കൊല്ലം കൊണ്ട് ബിറ്റ്കോയിനെ 100K ഹിറ്റ് ചെയ്യാം. അതായത് 0 നിന്ന് 100K എത്താൻ 16 കൊല്ലം എടുത്തു. ഇനി അടുത്തൊരു കൊല്ലം കൊണ്ട് നേരെ ഡബിൾ ചെയ്യും, 200 ലൈക്ക് ദാറ്റ്, 300, 400, 500, 600 ലൈക്ക് ദാറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് വി മേ സി എ ഗോഡ് കാൻഡിൽ ലൈക്ക് ദാറ്റ്, 100K ഡേ കാൻഡിൽ. അതിന് കാരണമുണ്ട്. ഞാൻ വളരെ അധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൈക്കിൾ സെയ്ലർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പലർക്കും അറിയായിരിക്കും മൈക്കിൾ സെയ്ലർ ആരാണെന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് MSTR മൈക്രോ സ്ട്രാറ്റജി എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. അതിൻ്റെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ കൈവശമാക്കിയിരിക്കുന്ന പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ. ലോകത്തിലെ ഈ പബ്ലിക് കമ്പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്തേക്കുന്നത് MSTR ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ പേരാണ് മൈക്രോ സ്ട്രാറ്റജി. റീസെൻ്റ്ലി അവർ പേര് ചേഞ്ച് ചെയ്തിട്ട് സ്ട്രാറ്റജി എന്നിട്ടു. അവരുടെ കയ്യിൽ 5,55,000 ബിറ്റ്കോയിൻ ഉണ്ട്. ടോട്ടൽ 21 മില്യൻ്റെ 2.6%. നമ്മുടെ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിൽ ETF ആണ് ബ്ലാക്ക് റോക്ക്. ETF-ൻ്റെ കയ്യിൽ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിൽ ഏകദേശം 6,20,000 ഉണ്ട്. പക്ഷേ ബ്ലാക്ക് റോക്ക് ഇവിടെ ഡിഫറെൻ്റ് ആണ്. കാരണം എല്ലാവരും ആരൊക്കെയാണ് ETF വാങ്ങിക്കുന്നത്, ബ്ലാക്ക് റോക്കിൻ്റെ IBT വാങ്ങിക്കുന്നത്, അവരെല്ലാം ഇതിൻ്റെ പങ്കാളികളാണ്, ഈ 6,20,000 ബിറ്റ്കോയിൻ്റെ. പക്ഷേ മൈക്രോ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ മൈക്രോ സ്ട്രാറ്റജി മാത്രമാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവർ ഇതുവരെ ഒരു ബിറ്റ്കോയിൻ പോലും സെല്ല് ചെയ്തിട്ടില്ല. പക്ഷേ ETF-നകത്ത് ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാഫാണ്. 2020 മുതൽ പർച്ചേസിങ് തുടങ്ങിയതാണ് ബിറ്റ്കോയിൻ. അദ്ദേഹത്തിന് പ്രൈസ് അപ്പോ ഡൗണോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അദ്ദേഹം ടൈം നോക്കിയിരിക്കാറില്ല, പുൾ ബാക്ക് നോക്കിയിരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അദ്ദേഹം വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു സ്പെസിഫിക് ടൈമോ അല്ലെങ്കിൽ പ്രൈസ് വെച്ചിട്ട് വാങ്ങിക്കാറില്ല. എനി ടൈം നിങ്ങൾ നോക്കിയാൽ ഈ ബ്ലൂ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസാണ്. ആ പ്രൈസിൽ എല്ലായിടവും കാണുന്ന ഓറഞ്ച് ഡോട്ട് നിങ്ങൾക്ക് കാണാനൊക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയാൻ വന്നത്? നിങ്ങൾ ഈ കാണുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസാണ് കേട്ടോ, ഒരു ചാർട്ടാണ്. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഓരോ ഹാൽവിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും ഹാൽവിംഗ് എന്താണെന്നുള്ള കാര്യം. അതായത് ഓരോ 4 കൊല്ലവും ബിറ്റ്കോയിൻ്റെ മൈനിങ് ചെയ്യുന്നത് നേരെ പകുതിയായിട്ട് കുറയും. ആദ്യകാലങ്ങളിൽ, അതായത് 2009 മുതൽ 2012 വരെ ഓരോ 10 മിനിറ്റിൽ 50 ബിറ്റ്കോയിൻ വീതം മൈനിങ് ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2009 തൊട്ട് 2012 വരെ, അതായത് ഈ കാണുന്ന ഈ ഒരു ലൈൻ തൊട്ട് ഈ ഒരു ലൈൻ വരെ ഏകദേശം 10 മില്യൺ, ഈ കാണുന്നത് എമൗണ്ട് ആണ് ബിറ്റ്കോയിൻ്റെ. 10 മില്യൺ, അറൗണ്ട് 10 മില്യനേക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്തെടുക്കുന്നു ഈ 4 കൊല്ലം കൊണ്ട്. അതായത് 50 ബിറ്റ്കോയിൻ വീതം എല്ലാ 10 മിനിറ്റിലും. ഓക്കെ, അത് കഴിഞ്ഞ് 2012 മുതൽ 2016 വരെ അടുത്ത 4 കൊല്ലം. ആ 4 കൊല്ലത്തിൽ 5 മില്യൺ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഓക്കെ, ആദ്യമേക്ക് ഇത് ഹെവി ആയിട്ട് 10 മില്യൺ 5 മില്യൺ നിങ്ങൾ കാണാം ഇവിടെ. അത് കഴിഞ്ഞ് 2016 തൊട്ട് 2020 വരെ 2.6 മില്യൺ. ഇപ്പോൾ തന്നെ എത്രയായി? ഒരു 15, 17, അറൗണ്ട് 18 മില്യൺ സംതിങ് ഓൾറെഡി മൈനിങ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 2016 തൊട്ട് 2020 വരെ. 2020 തൊട്ട് 2024 വരെ 1.3 മില്യൺ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്നു. ഓക്കെ, 2024 മുതൽ 2028 വരെ നമ്മളിനി മൈനിങ് ചെയ്തെടുക്കാൻ പോകുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഏകദേശം 6.5, അതായത് 6,57,000 ബിറ്റ്കോയിൻ. മില്യൺസിൻ്റെ കണക്കിനില്ല, 6,57,000 ബിറ്റ്കോയിനെ ഇനി 2028 വരെ നമ്മൾ മൈനിങ് ചെയ്തെടുക്കും. ഈ ഒരു സംഖ്യ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സൽ ഫയലിലേക്ക് പോകാം. ഇവിടെ ഞാൻ എക്സൽ ഫയലാക്കിയിരിക്കുന്നത് ഓരോ മാസവും മൈക്കിൾ സെയ്ലർ അക്യുമുലേഷൻ ചെയ്ത ബിറ്റ്കോയിൻ്റെ എണ്ണമാണ് കേട്ടോ. ഓരോ മാസവും ജാനുവരി, ജൂൺ 2024. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു 2020 മുതൽ അക്യുമുലേഷൻ ചെയ്തെന്ന് പറയുന്നു. നമുക്ക് വേണ്ട ഡേറ്റ, സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജൂൺ, മെയ് മുതൽ ഇന്നേ ദിവസം വരെയുള്ള എത്ര ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. കാരണം ഹാൽവിങ് തുടങ്ങിയതിന് ശേഷം മൈക്കിൾ സെയ്ലർ എത്ര ബിറ്റ്കോയിൻ ബൈ ചെയ്തെന്ന് അറിയാൻ വേണ്ടിയാണ്.
ജൂൺ മുതലാണ് അദ്ദേഹം ചെയ്തു തുടങ്ങുന്നത്. കാരണം മെയ് മാസങ്ങളിൽ അദ്ദേഹം മേടിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ജൂൺ മുതലാണ് എടുത്തേക്കുന്നത്. 2024 മുതൽ മെയ് 5 വരെ, അതായത് നമ്മൾ ഈ മാസം മെയ് 5 വരെ മൊത്തത്തിൽ 3,41,000 ബിറ്റ്കോയിൻ ബൈ ചെയ്തിട്ടുണ്ട്. ഓർക്കണം, 3,41,000. മൊത്തത്തിൽ അദ്ദേഹം ബൈ ചെയ്തേക്കുന്ന ബിറ്റ്കോയിൻ്റെ എണ്ണം ഇവിടെ കാണാം 5,85,000. പക്ഷേ ഹാൽവിങ്ങിന് ശേഷം ഏകദേശം ഒരു എറൗണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ആസ് പെർ ദിസ് ഡേറ്റ. ഇനി ആണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 2024 മുതൽ 2028 വരെ 6,57,000 ബിറ്റ്കോയിനെ മൈനിങ് ചെയ്യും. ആ സ്ഥാനത്ത് അദ്ദേഹം മൈനിങ് ചെയ്തെടുത്തത് ബൈ ചെയ്തത് 3,41,000 ആണ്. അപ്പോൾ ഇനി മൈനിങ് ഇത്രയും 6,57,000 കിട്ടൂ. അതിനകത്ത് പകുതി ബിറ്റ്കോയിൻ 11 മാസം കൊണ്ട്, അതായത് നിങ്ങളിവിടെ കാണാം ഈ 2024 മുതൽ ജൂൺ 2024 മുതൽ മെയ് 2025 വരെ, അതായത് 11 മാസം കൊണ്ട് അടുത്ത 4 കൊല്ലം മൈനിങ് ചെയ്യാനിരിക്കുന്ന ബിറ്റ്കോയിൻ 11 മാസം കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്തു. അതായത് 51% അടുത്ത 4 കൊല്ലം മൈനിങ് ചെയ്യാനെടുക്കാൻ പോകുന്നതിൻ്റെ ഇതുവരെ മൈനിങ് തീർന്നിട്ടില്ല. അതിന് മുന്നേ 4 കൊല്ലത്തെ പകുതി ഏകദേശം 2 കൊല്ലത്തെ മൈനിങ് ചെയ്തെടുക്കേണ്ട ബിറ്റ്കോയിൻ ഓൾറെഡി അദ്ദേഹം മേടിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാനിത് വരച്ചേക്കുന്നതാണോ, ഈ ചാർട്ടിനകത്ത് ഇതില്ല, ഞാൻ ഈ ഓറഞ്ച് ലൈൻ വരച്ചേക്കുന്നതാണ്. ഈ ഓറഞ്ച് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് ഉണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, ഈ ഓറഞ്ച് ലൈൻ എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ വരുന്നത്, അതായത് ഓരോ കൊല്ലം 2009 മുതൽ ഏകദേശം 2020 വരെ ബിറ്റ്കോയിൻ ബൈനാൻസ് പോലുള്ള അല്ലെങ്കിൽ കോയിൻ ബേസ് പോലുള്ള എക്സ്ചേഞ്ചിലേക്ക് കൂടുതൽ വരുമായിരുന്നു. അതായത് ആളുകൾ സെല്ല് ചെയ്യുമായിരുന്നു. ഓക്കെ, അതായത് ഹാൽവിങ്ങോ കാര്യങ്ങളോ ഒന്നും ബാധകമല്ല. ഹാൽവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ നേരെ പകുതിയായിട്ട് മൈനിങ് ചെയ്യത്തുള്ളൂ. എന്നിരുന്നാലും കൂടുതൽ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ മൈനിങ് ചെയ്തെടുക്കുന്ന ബിറ്റ്കോയിൻ മുഴുവൻ ആളുകൾക്ക് വാങ്ങിക്കാൻ തക്ക ഒരു ഡിമാൻഡ് അവിടെ ഇല്ല. എങ്കിലും പ്രൈസ് പുതിയതായിട്ട് ഡിസ്കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 2020 മുതൽ എക്സ്ചേഞ്ചിലുള്ള ബിറ്റ്കോയിൻ നേരെ താഴോട്ട് വരാൻ വേണ്ടി തുടങ്ങി. നേരെ കൺസിസ്റ്റൻ്റായിട്ട് നേരെ താഴോട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ വിൽക്കുന്നില്ല, കൂടുതൽ ആളുകൾ ഹോൾഡ് ചെയ്യുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അടുത്ത 4 കൊല്ലത്തെ, നിങ്ങൾ ഈ കാണുന്ന അടുത്ത 4 കൊല്ലത്തെ മൈനിങ് ചെയ്തെടുക്കേണ്ട സാധനം മൈക്കിൾ സെയ്ലർ അതിൻ്റെ പകുതിക്ക് വെച്ചെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അവിടെ തീർന്നില്ല. ബ്ലാക്ക് റോക്ക് മാത്രം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് മെയ് മുതൽ ഈ മാസം വരെ 2024 മെയ് മുതൽ ഈ മാസം വരെ ആഫ്റ്റർ ഹാൽവിങ് 4,20,000 ബിറ്റ്കോയിൻ അവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഇവർ 2 പേരും കൂടെ 7,61,000 ബിറ്റ്കോയിന് ഓൾറെഡി സക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ഓർക്കണം, അടുത്ത 4 കൊല്ലം കൊണ്ട് 6,57,000 ബിറ്റ്കോയിന് ഇനി മൈൻ ചെയ്യൂ. അതിനേക്കാളും കൂടുതൽ ഈ 2 ടീമുകളും കൂടെ മാറ്റിക്കഴിഞ്ഞു. അതായത് മാർക്കറ്റിൽ നിന്ന് ഗോബിളപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ 2 കമ്പനികൾ മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇനി സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ US ഒരു സ്റ്റേറ്റ് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ വേണ്ടി അപ്രൂവൽ കിട്ടി. ഓരോരോ കമ്പനികൾ വരുന്നു. 21 ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി ഏകദേശം ഒരു 42,000 ബിറ്റ്കോയിൻ ഓൾറെഡി മേടിച്ചിട്ട് ഒരു കമ്പനി പുതിയത് തുടങ്ങാൻ വേണ്ടി പോകുന്നു. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSTRനേക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഓരോരോ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓരോ ഹാൽവിങ്ങിൻ്റെ പ്രസക്തി ഇനി കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. ഹാൽവിങ് എന്ന് പറയുമ്പോൾ 3 കൊല്ലം ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഒരു കൺസിസ്റ്റൻ്റായിട്ട് സ്ലോലി മുകളിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു ബിയർ മാർക്കറ്റ് അധികം കാണാതെ, നിങ്ങളിപ്പോൾ കാണാം ഒരു 30% ഇടിവ് വരും, വീണ്ടും മുകളിലോട്ട് ശക്തമായിട്ട് കയറിപ്പം വീണ്ടും 30% ഇടിവ് വരും. ഒരു ചെറിയ 30-40% ഡൗൺ ട്രെൻഡ് മാത്രമായിട്ടും ബിറ്റ്കോയിൻ പോകുമോ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുന്നില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റ തന്നല്ലോ. അത് പ്രകാരം ഈ ഡേറ്റ സത്യമാണെന്നുണ്ടെങ്കിൽ ഹാൽവിങ്ങിനെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നെക്സ്റ്റ് ഹാൽവിങ്ങിനേക്കുള്ള
ബിറ്റ് കോയിൻ ഓൾറെഡി സക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 2.2 മില്യൺ ബിറ്റ് കോയിൻ അറൗണ്ട് ഉണ്ട് എക്സ്ചേഞ്ചുകളിൽ ഇനി മേടിക്കാൻ. ഇതെല്ലാം സക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന മൈനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിറ്റ് കോയിൻ മേടിക്കാൻ വേണ്ടിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് 2-3-4 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാം ഈ പറയുന്ന കാര്യം, 3-4 കൊല്ലത്തിനുള്ളിൽ. അതിനുശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോകാൻ പോകുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഗൈസ്, ഐ നോ സ്റ്റിൽ സം ഓഫ് യു ആർ സ്റ്റിൽ സ്ലീപ്പിംഗ്. ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൈക്കിൾ സെയ്ലറിൻ്റെ അതേ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രൈസ് ഡസൻറ്റ് മാറ്റർ. അദ്ദേഹം, നിങ്ങളിവിടെ നോക്കിയേ, അതേ 2020 മുതൽ മേടിക്കുന്നുണ്ടെങ്കിലും ഈ 2024-25 ഇവിടെ ഹെവി ആയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നത്. നിങ്ങൾ കണ്ടോ, അദ്ദേഹത്തിന് ഇവിടേക്ക് ഹെവി ആയിട്ട് വാങ്ങിക്കായിരുന്നു. ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2020 അദ്ദേഹം തുടങ്ങി ബിറ്റ് കോയിൻ മേടിക്കാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബിറ്റ് കോയിൻ ഉള്ള ഒരു പബ്ലിക് കമ്പനിയായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ അയാൾ വിശ്വസിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഒരു കൺഫർമേഷന് വേണ്ടി കാത്തിരുന്നില്ല. അല്ലാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ഇത് നാളെ ബിറ്റ് കോയിൻ അമേരിക്കയിൽ ബാനിങ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നൊന്നും അദ്ദേഹം വിചാരിച്ചില്ല. കൺവിക്ഷൻ, അദ്ദേഹത്തിനെ വിശ്വസിച്ചു. കൺഫർമേഷന് അവർ വെയിറ്റ് ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇനി റിസ്ക് ഇല്ല, എല്ലായിടവും അംഗീകരിക്കുന്നു. എന്ത് റിസ്ക്? US ബിറ്റ് കോയിന് റിസർവ് അസറ്റായിട്ട് മാറ്റി. അപ്പം നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് റിസ്ക് കുറവും റിവാർഡ് കൂടുതലുമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്ത് കൺഫർമേഷന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ബിറ്റ് കോയിൻ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി US ഇത് ചെയ്തതോടെ. സോ വാട്ട് യു വെയിറ്റിംഗ് ഫോർ? വാട്ട് മോർ കൺഫർമേഷൻ യു നീഡ്? നിങ്ങൾക്ക് എല്ലാ കൺഫർമേഷനും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തോടെ എൻ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ മില്യൺസ് ഓഫ് ഡോളറിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബിറ്റ് കോയിൻ എപ്പോഴും ആളുകളെ അല്ലെങ്കിൽ പ്രയോജനമാകുന്ന രീതിയിൽ അവർക്ക് വരുന്നത് എപ്പോഴും അവരുടെ കൺവിക്ഷൻസിനെ വിശ്വസിച്ച് അവർ ഇതിനകത്ത് വരുമ്പോഴാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വേഗം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സ്കാം, ഇറ്റ്സ് എ മോണിറ്ററി സിസ്റ്റം. ഇതൊരു സ്റ്റോക്ക് പോലല്ല. ഇത് നിങ്ങൾ സ്റ്റോക്ക് പോലെ ഇതിനെ കാണുമ്പോഴാണ് ആളുകൾ ഇതിനെ പ്രോഫിറ്റ് എടുക്കും. ഇതിൻ്റെ പ്രൈസ് മേപ്പോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് എടുക്കും, സെല്ല് ചെയ്യും, അല്ലേ? അത് ഈ സ്റ്റോക്കായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റോക്ക്. ഇതിന് ബിസിനസ് ഇല്ല, ഓഫീസസ് ഇല്ല, CEO ഇല്ല, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഇതൊരു ഫിസിക്കലായിട്ടുള്ള യാതൊന്നും ഇതിനില്ല. ഒരു സൈബർ സ്പേസിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരു സൈബർ സ്പേസിലുള്ളൊരു എനർജി, ഒരു കോഡിൻ്റെ ബേസിൽ സഞ്ചരിക്കുന്ന ഒരു എനർജി. അവിടെയാണ് നാളെ ഫ്യൂച്ചറിൽ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാവരും അവരുടെ എനർജി അല്ലെങ്കിൽ വാല്യൂ, എക്കണോമിക് വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഓക്കെ, ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്. സോ ജസ്റ്റ് ബൈ ഇറ്റ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എത്രയും വേഗം ഇതിനെക്കുറിച്ച് പഠിക്കുക. ഇതിനകത്ത് ബിറ്റ് കോയിന് ഇൻവെസ്റ്റ് അല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊരിക്കലും ഞാൻ പറയത്തില്ല, അതെനിക്കിഷ്ടമല്ലാത്തൊരു പദമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചീപ്പായിട്ടുള്ള നിങ്ങളുടെ ഫിയറ്റ് കറൻസി കൺവേർട്ട് ചെയ്തിട്ട് ബിറ്റ് കോയിനിലേക്ക് മാറ്റുക. ഓക്കെ, സോ ഗൈസ്, ഐ ടോൾഡ് യു ദിസ് തിങ്. അടുത്ത 4 കൊല്ലത്തെ മൈനിങ് ചെയ്യാനുള്ള ഓൾറെഡി ബിറ്റ് കോയിൻ സക്സസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ അത് മേടിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു മൈക്കിൾ സെയ്ലർ ഏകദേശം 84 ബില്യനും കൂടെ റേസ് ചെയ്യാൻ വേണ്ടി ബിറ്റ് കോയിൻ മേടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഞാൻ കേൾക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 million ഈസിലി he will go more than 1 million ബിറ്റ് കോയിൻ. ഗൈസ്, അടുത്ത 10 കൊല്ലം എന്ന് പറയുന്നത് ഇസ് ഹ്യൂജ്. അടുത്ത 10 കൊല്ലമാണ് ബിറ്റ് കോയിൻ എക്സ്പ്ലോസീവായിട്ട് വളരാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് 80% ഒരു കൊല്ലം വീതം ബിറ്റ് കോയിൻ വളരും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10-12% വർഷം വളരുന്നത്. 10-12% വരെ. ഓക്കെ, വർഷം 30% വളരുന്ന കൺസിസ്റ്റൻ്റായിട്ട് വളരുന്ന ഒരു കാര്യവും നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലില്ല. 30%. ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹൈ റിസ്കി. അങ്ങനെ സംഭവമില്ല. യഥാർത്ഥത്തിൽ 30% കൺസിസ്റ്റൻ്റായിട്ട് 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം തന്നിട്ടുള്ളൊരു അസറ്റ് ഇല്ല. അപ്പോൾ അവിടെയാണ് 80% അടുത്ത 10 കൊല്ലം തരാൻ വേണ്ടി പോകുന്നത്. ദാറ്റ്സ് ഇനഫ് ടു ചേഞ്ച് യുവർ ലൈഫ് ഗൈസ്. ഓക്കെ, സോ ടേക്ക് കെയർ. ബൈ ബൈ.